സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചതിന് എക്സൈസ് പിടികൂടിയതിന് പിന്നാലെയാണ് ഇവർ താമസിച്ച ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത സമീർ താഹിറിനെ എക്സൈസ് നോട്ടീസ് നൽകി വിളിപ്പിച്ചത്. സമീറിനും ലഹരി ഇടപാടിൽ പങ്കുണ്ടെന്ന സംശയം എക്സൈസിനുണ്ട്. എന്നാൽ തൻ്റെ അറിവോടെയല്ല ഫ്ളാറ്റിലെ ലഹരി ഉപയോഗമെന്ന് സമീർ താഹിർ എക്സൈസിന് മൊഴി നൽകി. സമീറിനെ കൊച്ചിയിലെ എക്സൈസ് സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോക്താക്കളാണ് എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും സമീർ എക്സൈസിന് മൊഴി നൽകി. തൻ്റെ ഫ്ളാറ്റ് സിനിമാ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾക്കും മറ്റുമായാണ് നൽകിയത്. എന്നാൽ സംവിധായകർ തൻ്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിച്ചതിൽ തനിക്ക് അറിവുള്ള കാര്യമല്ലെന്നും സമീർ താഹിർ വ്യക്തമാക്കി. സ്വന്തം അറിവോടെ അല്ലെങ്കിലും ഇരുവർക്കും ലഹരി ഉപയോഗിക്കാൻ തൻ്റെ പക്കലുള്ള ഫ്ളാറ്റ് കൈമാറിയതിന് സമീർ താഹിറിനെ എക്സൈസ് അറസ്റ്റ് ചെയ്ത സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. സമീറാണ് എന്ത് ചെയ്ത് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത്. അപ്പം അങ്ങനെ ഒരു ക്രൈം അവിടെ നടക്കാൻ അനുവദിക്കാൻ പാടില്ല NDPS നിയമപ്രകാരം. നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുത്തത്. ആൾ രാവിലെ വന്നിട്ട് വൈകിട്ട് പോയിരുന്നു. അവിടെ വൈകിട്ട് ആരുള്ളതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ഒരു മൂന്നാം പ്രതി ഇവിടെ താമസിക്കുന്നുണ്ട് 2-3 ദിവസമായിട്ട്, അഷ്റഫ്. അയാൾ അടുത്ത പടം ചെയ്യാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഇവർ ചെയ്ത് കൊടുക്കുന്നത്. ഇവരൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണ് ഈ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്. NDPS ആക്ട് 25 പ്രകാരമാണ് കേസെടുത്തത്. സമീറിന്റെ ഫ്ളാറ്റിൽ നിരന്തരം ലഹരി ഉപയോഗം നടക്കുന്നതായുള്ള വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. സംവിധായകർക്കൊപ്പം പിടിയിലായ സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് വഴിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം. കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരിലേക്കും എക്സൈസ് അന്വേഷണം വ്യാപിപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.